നമസ്കാരം. നമ്മുടെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് DSSC വെല്ലിംഗ്ടൺ നീലഗിരിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ, അതായത് ഇന്ത്യൻ ആർമിയുടെ ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക, അതുപോലെ ഒന്ന് വീഡിയോ ഹൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ബട്ടൺ കാണാം, അതൊന്ന് കൊടുക്കുക. എങ്കിൽ മാത്രമാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രചോദനമാവുള്ളൂ. ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഇന്ത്യൻ ആർമിയിലേക്കാണ് LDC വരുന്നുണ്ട് പോസ്റ്റ്. അതിൻ്റെ സാലറി പാക്കേജും കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ടോട്ടൽ 9 വേക്കൻസിയാണ്. ജനറൽ 4, OBC 2, SC 1, ST 1, EWS 1. 18 to 27 ഏജ് ലിമിറ്റ് പറയുന്നത്. അടുത്ത പോസ്റ്റ് സിവിലിയൻ മോട്ടോ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡാണ്. ലെവൽ 2 തന്നെയാണ് പേ സ്കെയിൽ. 13 വേക്കൻസി, അതിലേക്കും 18 to 27 ഏജ് ലിമിറ്റ്. പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് വരുന്നുണ്ട്. 18,000 തൊട്ട് 56,900. ലെവൽ 1 പേ സ്കെയിൽ. ഏകദേശം 38 വേക്കൻസി വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേക്കൻസി വന്ന പോസ്റ്റാണ്. 18 to 25 ഏജ് ലിമിറ്റ് കേട്ടോ. 27 അല്ല, 25. പിന്നെ സ്റ്റെനോഗ്രാഫർ വന്നിട്ടുണ്ട്. 18 to 27 ഏജ് ലിമിറ്റ്, 5 വേക്കൻസി. സൂപ്പർവൈസർ 1 വേക്കൻസി, 18 to 27 ഏജ് ലിമിറ്റ്. നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ വന്നിട്ടുണ്ട്, 4 വേക്കൻസി, 18 to 27. ഹാർഡ്വെയർ അഡ്മിനിസ്ട്രേറ്റർ 4 വേക്കൻസി, 18 to 27. ലൈൻമാൻ 2 വേക്കൻസി, 18 to 27. ബോട്ട് ബിൽഡർ 1 വേക്കൻസി, 18 to 27. പിന്നെ ലാസ്റ്റ് പോസ്റ്റ് ടെക്നിക്കൽ അറ്റൻഡൻറ്റ് പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ എന്നൊരു പോസ്റ്റ്, 1 വേക്കൻസി മാത്രമേ ഉള്ളൂ. 18 to 25 ഏജ് ലിമിറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റും പിന്നെ സാലറി പാക്കേജാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും നോക്കാം. LDCയിലേക്ക് +2 മതി. സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ടാവും. സ്കിൽ ടെസ്റ്റ് അതായത് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾ പാസ്സായാൽ മതി. അതിൻ്റെ സർട്ടിഫിക്കറ്റൊന്നും ചോദിക്കുന്നില്ല. പിന്നെ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡിലേക്ക് +2 വിത്ത് ഡ്രൈവിംഗ് ലൈസൻസ്, ഹെവി വെഹിക്കിൾ ലൈസൻസ് വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിങ്ങിൽ വേണം. പിന്നെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് MTSയിലേക്ക് 10ാം ക്ലാസ് മതി. സ്റ്റെനോഗ്രാഫറിലേക്ക് +2 മതി. അതിലേക്കും സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട്, കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ സൂപ്പർവൈസർ ബാച്ചിലർ ഡിഗ്രി എഞ്ചിനീയറിംഗിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ടെക്നോളജി, അതല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. അതിൻ്റെ കൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ഇനി നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന പോസ്റ്റിലേക്ക് +2 വിത്ത് ഡിപ്ലോമ നെറ്റ്വർക്കിങ്ങിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്, സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് ആൻഡ് സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് പ്രൊഫഷൻ. ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അതിൻ്റെ കൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ഹാർഡ്വെയർ അഡ്മിനിസ്ട്രേറ്ററാണ്. അതിലേക്ക് +2 വിത്ത് അഡ്വാൻസ് ഡിപ്ലോമ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലോ ബാച്ചിലർ ഡിഗ്രിയിലോ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ ഒരു സർട്ടിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, ലാർജ് സ്കെയിൽ ഇൻറ്റഗ്രേഷൻ്റെ. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. ലൈൻമാൻ പോസ്റ്റിലേക്ക് +2 മതി വിത്ത് ഡിപ്ലോമ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലൈൻ മാനേജ്മെൻറ്റ് ഡിപ്ലോമ വേണം. 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. പിന്നെ ബോട്ട് ബിൽഡർ +2 മതി. അതിൻ്റെ കൂടെ 2 വർഷത്തെ എക്സ്പീരിയൻസ്. റിപ്പയർ ഓഫ് ഫൈബർ ഗ്ലാസ് റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ബോട്ട്സ് വിത്ത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഷിപ്പ് യാർഡ്. അതായത് ഫൈബർ ഗ്ലാസ് റെയിൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം +2ൻ്റെ കൂടെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ഷിപ്പ് യാർഡ് ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം, അതിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ ടെക്നിക്കൽ അറ്റൻഡൻറ്റ് പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ, ഇതിലേക്ക് IT സർട്ടിഫിക്കറ്റ്, പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്ററിൽ IT സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ കൂടെ 1 ഇയർ എക്സ്പീരിയൻസ്, പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്ററിൽ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റിൽ 3 വർഷത്തെ ഇളവ് OBCക്കാർക്കും 5 വർഷത്തെ ഇളവ് SC ST കാൻഡിഡേറ്റ്സിന് കിട്ടുന്നുണ്ട്. ഓക്കെ, ജനറൽ കാറ്റഗറിക്കാർക്ക് ആ പറഞ്ഞ ഏജ് ലിമിറ്റ് ആയിരുന്നു. നേരത്തെ പറഞ്ഞ 18 to 25, 27 ആ ഒരു ഏജ് ലിമിറ്റ് ആയിരുന്നു. ആപ്ലിക്കേഷൻ നിങ്ങൾ അയക്കേണ്ടത് പോസ്റ്റ് ഓഫീസ് വഴിയാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം വരുന്നുണ്ട്. ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കണം. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികൾ, ആധാർ കാർഡ്, 10th 12th മാർക്ക് ഷീറ്റ്, പിന്നെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ചോളൂ. ഡ്രൈവിംഗ് ലൈസൻസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, കമ്പ്യൂട്ടർ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് എല്ലാം നിങ്ങൾ വയ്ക്കുക. പിന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി OBC SC ST EWS ഒക്കെ ആണെങ്കിൽ, PWBD ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വയ്ക്കുക. പിന്നെ 100 രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റ് പേയ്മെൻറ്റ് നിങ്ങൾ അടയ്ക്കണം. ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ്സ് കാണാം. എൻവലപ്പിൻ്റെ മുകളിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നെഴുതി ഏത് പോസ്റ്റാണോ അപ്ലൈ ചെയ്യുന്നത് അത് എഴുതിയിട്ട്, പിന്നെ ആൻഡ് അഡ്രസ്സ് ടു ദ കമാൻഡ് ആൻഡ് ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജ് വെല്ലിംഗ്ടൺ നീലഗിരി 643231 തമിഴ്നാട്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. അത് എൻവലപ്പിൽ നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നത് എക്സാം ആയിരിക്കും. എക്സാമിൻ്റെ സിലബസ് കാണാം. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്, ട്രേഡ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആവുന്നത്. ഇതിന് ശേഷം നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട്, ഫിസിക്കൽ സ്കിൽ ടെസ്റ്റ് വരുന്നുണ്ട്.
പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം, ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. ഇതിലേക്ക് അപേക്ഷ കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ നിങ്ങൾ ഒട്ടിക്കണം. പിന്നെ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത് അതൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം വേണ്ടവരെന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം, വാട്സപ്പ് ചാനലൊന്ന് ജോയിൻ ചെയ്യുക. അതിൽ ഞാൻ ആപ്ലിക്കേഷൻ ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഈ 2 പേജ് ഉണ്ടാവും. 2 പേജ് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഹാൻഡ് റിട്ടൺ പേന കൊണ്ട് എഴുതിയിട്ട് ഫോട്ടോ, സിഗ്നേച്ചറൊക്കെ ഉണ്ട്. ഫോട്ടോ മുകളിൽ ഫോട്ടോ ഒട്ടിക്കണം. ഇവിടെ സിഗ്നേച്ചർ, നിങ്ങളുടെ സിഗ്നേച്ചർ, പ്ലേസ്, ഡേറ്റ് ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. ഓക്കെ, ഹാൻഡ് റിട്ടൺ ആണ് വേണ്ടത്. പേന കൊണ്ട് എഴുതണം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം വേണ്ടവർ എന്ത് ചെയ്യുക, വാട്സപ്പ്, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ചാനൽ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 12 ആണ്. ജൂൺ 12 ആപ്ലിക്കേഷൻ കൊടുക്കരുത്. കാരണം ആ ഒരു അഡ്രസ്സിലേക്ക് ജൂൺ 12 മുന്നേ എത്തണം. ഏകദേശം നിങ്ങളൊരു ജൂൺ 7 മുന്നേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇതാണ് മുഴുവൻ ഡീറ്റെയിൽസ്. വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.